പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ബിസിനസ് സ്റ്റഡീസിൻ്റെ 3rd ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. +2 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കിലെ എക്കണോമിക് എൻവയോൺമെൻറ്റും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് ഇത് +2 കോമേഴ്സ് വിദ്യാർത്ഥികൾക്കും +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിലും പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. ഫ്രം 1991 onwards, the government started implementing sweeping economic reforms. As a part of economic reforms, the government of India announced a new industrial policy in 1991. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഫലമായി പുതിയ സാമ്പത്തിക നയം പോളിസികൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പോളിസി 1991 പ്രത്യേകതകൾ? ഏത് വർഷമാണ് പുതിയ സാമ്പത്തിക നയം കൊണ്ടുവന്നത്? 1991. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ സാമ്പത്തിക തലങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഒന്നാമത്, റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ടു 6 which require compulsory licensing. കമ്പൽസറി ലൈസൻസ് വേണ്ട ഇൻഡസ്ട്രികളുടെ എണ്ണം 6 കുറച്ചു. പണ്ട് ഇതിൽ കൂടുതൽ ഇൻഡസ്ട്രികൾക്ക് നിർബന്ധിത ലൈസൻസ് ആവശ്യമായിരുന്നു. അതിൻ്റെ എണ്ണം 6 കുറച്ചു. Then second, de-reserved many industries which were earlier reserved for the public sector. പബ്ലിക് സെക്ടറിന് മാത്രമായി റിസർവ് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്ന പല ഇൻഡസ്ട്രികളും സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുത്തു. ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിൽ പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബിസിനസ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പബ്ലിക് സെക്ടർ ബിസിനസ്, എന്താണ് പ്രൈവറ്റ് സെക്ടർ ബിസിനസ് എന്നൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. അപ്പം പബ്ലിക് സെക്ടർ ബിസിനസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന പല ഇൻഡസ്ട്രികളും സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുത്തു. എന്തിൻ്റെ ഭാഗമായിട്ട്? 1991 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട്. ദെൻ തേർഡ് പോയിന്റ്, carried out disinvestment process in case of many public sector companies. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഗവൺമെൻറ്റിന് പൊതുമേഖലയിലുള്ള ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഓഹരികൾ, എവിടെയുള്ള ഓഹരികൾ? പബ്ലിക് സെക്ടർ കമ്പനീസിൽ ഗവൺമെൻറ്റിനുള്ള ഓഹരികൾ വിറ്റഴിക്കുക. ആർക്ക്? പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ മേഖലകൾക്ക് വിറ്റഴിക്കുക. ദെൻ ഫോർത്ത് വൺ, ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെനി സെഗ്മെൻറ്റ്സ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FDI. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്? അപ്പോൾ ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി, വിദേശ മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുക. പല മേഖലകളിലും വിദേശ നിക്ഷേപത്തിന് സാധ്യതകൾ നൽകുക, അനുവാദം നൽകുക. ദെൻ നെക്സ്റ്റ് വൺ, ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ടെക്നോളജി എഗ്രിമെൻറ്റ്. എന്താണ് ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ടെക്നോളജി എഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കമ്പനീസ്? പല സാങ്കേതിക മേഖലകളിലും ഫോറിൻ കമ്പനിക്ക് പ്രാധാന്യം നൽകി അവരുമായി പലതരത്തിലുള്ള കരാറുകളും വയ്ക്കുക. ദെൻ
നെക്സ്റ്റ് വൺ, സെറ്റപ്പ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, FIPB. എന്താണ്? സെറ്റപ്പ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, FIPB. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, ഷോർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം? FIPB. ഇതും വൺ വേർഡ് ചോദിക്കാം. എന്താണ് FIPB? എൻ്റെ ഫുൾ ഫോം എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. മറന്നു പോകുമോ? ഇല്ല അല്ലേ? എന്താണ് FIPB എന്ന് പറഞ്ഞാൽ? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. എന്തിനാണ് FIPB? ടു പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിദേശ മൂലധന നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി തുടങ്ങിയിരിക്കുന്ന സംവിധാനമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. Then next, major programs of industrial policy 1991. 1991 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫലമായി ഇന്ത്യൻ സാമ്പത്തിക നയത്തിൽ പ്രധാനമായും 3 മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണവ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഷോർട്ടായിട്ട് LPG എന്ന് പറയും. 1991 ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായി ഇന്ത്യൻ സാമ്പത്തിക നയത്തിൽ വന്നിരിക്കുന്ന പ്രധാന 3 മാറ്റങ്ങളാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG. എന്താണ് ലിബറലൈസേഷൻ? ലിബറേറ്റിംഗ് ദി എക്കണോമി ഫ്രം ദ റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. ലിബറേറ്റിംഗ് ദി എക്കണോമി ഫ്രം ദ റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. പുതിയ നയത്തിൻ്റെ ഫലമായി സാമ്പത്തിക മേഖലയിൽ ഉദാരമായ നയം ഉണ്ടായി. എല്ലാ തരത്തിലുള്ള നിയമങ്ങളിൽ നിന്നും നിബന്ധനകളിൽ നിന്നും ഇന്ത്യൻ ബിസിനസ്സിനെ മോചിപ്പിക്കുക. എങ്ങനെയാണ് ഇത് സാധ്യമായത്? ഇത് ഓൾഡ് പോളിസി ഓഫ് ലൈസൻസ്, പെർമിറ്റ്സ്, ക്വോട്ടാസ് ആൻഡ് കൺട്രോൾസ് ഡിസ്കറേജ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതല്ലായിരുന്നു പഴയ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ. എന്നാൽ ഈ നയത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തി പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 1991 പുതിയ പോളിസികൾക്ക് ഇന്ത്യ ഗവൺമെൻറ് രൂപം നൽകിയത്. ഇതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? നികുതി, ലൈസൻസ്, പെർമിറ്റ് തുടങ്ങിയ നിരവധി നിയന്ത്രണങ്ങളിൽ നിന്ന് ബിസിനസ്സിനെ ഒഴിവാക്കി. ഇമ്പോർട്ട് ലൈസൻസിങ്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ്, പ്രോഗ്രസീവ് ടാക്സസ്, പ്രൈസ് കൺട്രോൾസ് എക്സെട്ര ഡിസ്കറേജ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ നിന്നൊക്കെ ബിസിനസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ്സിന് ഉദാരമായ രീതി ഗവൺമെൻറ് നൽകി. ഇത് ന്യൂ പോളിസി ഓഫ് ലിബറലൈസേഷൻ ത്രൂ ഡീലൈസൻസിങ് ആൻഡ് ഡീകൺട്രോൾസ് ഫ്രീസ് ദി എക്കണോമി ഫ്രം റെസ്ട്രിക്ഷൻസ്. ലൈസൻസസ് ആൻഡ് പെർമിറ്റ്സ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ ബ്രോഡ് ഗൈഡ് ലൈൻസ്. ലൈസൻസിൻ്റെയും പെർമിറ്റിൻ്റെയും കാര്യങ്ങൾക്ക് പകരമായി മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ ഉദാരവൽക്കരണ നയം ഗവൺമെൻറ് പുറത്തിറക്കി. ഇത് ബിസിനസ്സിന് പുതിയ മൂലധന നിക്ഷേപം നടത്തുന്നതിനും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും സാധ്യമായി. ദെൻ രണ്ടാമത്തത് പ്രൈവറ്റൈസേഷൻ. Privatization is a trend all over the world now. In India, the priority given to the public sector is gradually being reduced and the role of the private sector is being encouraged. ഇതുവരെ നമുക്കറിയാം ഗവൺമെൻറ് കൂടുതലായിട്ട് പബ്ലിക് സെക്ടറിനെ ആയിരുന്നു പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉടമസ്ഥതയിലുണ്ടായിരുന്ന
പൊതുമേഖലകളെ സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുക്കുകയാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ. സ്വകാര്യവൽക്കരണത്തിന് പ്രധാനമായും 2 പ്രത്യേകതകളാണ് എടുത്തു പറയാനുള്ളത്. ഒന്നാമത്തത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. പാസിംഗ് ഓഫ് ഓണർഷിപ്പ്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ടു ദ പ്രൈവറ്റ് സെക്ടർ. അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അതുവഴി ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയും നിയന്ത്രണവും സ്വകാര്യ മേഖലയ്ക്ക് നൽകുക. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ പ്രൈവറ്റ് സെക്ടറിന് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതുവഴി എന്താണ് ഗവൺമെൻറ്റിന് സംഭവിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഉടമസ്ഥതയും നിയന്ത്രണവും ആർക്ക് പോകും? സ്വകാര്യ മേഖലയ്ക്ക് പോകും. ദെൻ നെക്സ്റ്റ് വൺ, ഡീറിസർവേഷൻ. The government is withdrawing from many economic activities like running business and is concentrating more on areas like primary and secondary education, provision of basic health care, development of infrastructure, etc. ബിസിനസ് നടത്തുന്നതിൽ നിന്നും ഗവൺമെൻറ് പതുക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുക. കൂടുതൽ ഊന്നൽ ആരോഗ്യകാര്യങ്ങൾക്കും പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും നൽകുക. അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുക. ബിസിനസ് നടത്തുന്നതിൽ നിന്നും ഗവൺമെൻറ് പതുക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുക. ഇതാണ് പ്രൈവറ്റൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു കാര്യം. ദെൻ തേർഡ് വൺ ഈസ് ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ മീൻസ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ദ ഗ്ലോബ്. എന്താണ് ഗ്ലോബലൈസേഷൻ? ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ദ ഗ്ലോബ്. ലോകത്തെവിടെയും സാധനങ്ങളും ഫ്രീ ആയിട്ട് യഥേഷ്ടം കൈമാറ്റം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ലോകത്തെല്ലായിടത്തും ഒരുപോലെ സാധനങ്ങളും സേവനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആഗോളവൽക്കരണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തുക. ഇതാണ് ആഗോളവൽക്കരണത്തിന് ഇന്ത്യയുടെ ലക്ഷ്യം. ദിസ് ഇൻവോൾവ്സ് റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഡ്യൂട്ടീസ് ആൻഡ് എൻകറേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കുറയ്ക്കുക, ഇറക്കുമതി ചുങ്കം കുറയ്ക്കുക, അതോടൊപ്പം എന്തിനെ പ്രോത്സാഹിപ്പിക്കുക? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ, വിദേശ മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം 1991 സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് 3 പ്രധാന നയങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എന്തായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓർത്തിരിക്കുമല്ലോ അല്ലേ? LPG എന്തായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. Then next topic is demonetization. Government of India made an announcement on November 8, 2016 that the 2 largest denominations notes ₹500 and ₹1000 were demonetized. നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും, 2016 നവംബർ 8 ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട 2 നോട്ടുകളായ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ നിരോധിച്ചു.
പിന്നെ എന്ത് സംവിധാനമാണ് ഗവൺമെൻറ് ഒരുക്കിയത്? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ നോട്ടുകൾ ചില പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായി ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് പുതിയ കറൻസി നോട്ടുമായി മാറ്റിയെടുക്കാൻ സാധിച്ചു. പുതിയ കറൻസി നോട്ട് ഏതായിരുന്നു? 2000 രൂപ. അപ്പോൾ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ട് നിരോധിച്ചു. പകരം 2000 രൂപയുടെ നോട്ട് പുറത്ത് ഇറക്കി. ഏതൊക്കെ നോട്ടാണ് നിരോധിച്ചതെന്ന്, ഏത് വർഷമാണ് നിരോധിച്ചത്? 2016 നവംബർ 8. ഏതൊക്കെ നോട്ടാണ് നിരോധിച്ചത്? 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ നിരോധിച്ചു. The aim of demonetization was to curb corruption, fake notes, use of currency for illegal activities like terrorism, accumulation of black money. ഇതൊക്കെ നിരോധിക്കുകയായിരുന്നു ഏതിൻ്റെ ലക്ഷ്യം? ഡിമോണിറ്റൈസേഷൻ്റെ ലക്ഷ്യം. അഴിമതി തുടച്ചു നീക്കുക, ഫേക്ക് നോട്ട്സ് നിരോധിക്കുക. എന്താണ് ഫേക്ക് നോട്ട്സ്? നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടിന് പകരമായി മറ്റ് നോട്ടുകൾ അച്ചടിക്കുക, അതേപോലെ തോന്നിക്കുന്ന മറ്റ് നോട്ടുകൾ. ഇപ്പോൾ 50 രൂപയുടെ നോട്ടാണെങ്കിൽ ഗവൺമെൻറ് അച്ചടിക്കുന്ന 50 രൂപയുടെ നോട്ടിന് തുല്യമായി അതേപോലെ തോന്നിക്കുന്ന മറ്റ് 50 രൂപയുടെ നോട്ടുകൾ നമുക്ക് ഫലത്തിൽ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സൃഷ്ടിക്കപ്പെടുന്ന നോട്ടുകൾ. അപ്പോൾ ഇതൊക്കെ നിരോധിക്കുകയായിരുന്നു ഈ ഡിമോണിറ്റൈസേഷൻ്റെ ലക്ഷ്യം. ദെൻ ബ്ലാക്ക് മണി. എന്താണ് ബ്ലാക്ക് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫേക്ക് നോട്ടും ബ്ലാക്ക് മണിയും രണ്ടും രണ്ടാണ്. എന്താണ് ബ്ലാക്ക് മണി? കള്ളപ്പണം അല്ലേ? അതായത് ടാക്സ് വെട്ടിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാതെ സൂക്ഷിക്കുന്ന പണം. പല കാര്യങ്ങളിലും നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് പണം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ ടാക്സ് കൊടുക്കണം, ബിസിനസ്മാൻ ടാക്സ് കൊടുക്കണം. അങ്ങനെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ ആ ടാക്സ് കണക്കാക്കാതെ തട്ടിച്ച് മാറ്റിവെക്കുന്ന പണമാണ് ബ്ലാക്ക് മണി. എന്തൊക്കെയായിരുന്നു ഈ ഡിമോണിറ്റൈസേഷൻ്റെ എയിംസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്? എയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് demonetization. A tax administration tool. Second one, to stop tax evasion. Then third one, to channelize the savings. Then cashless economy. ഇതൊക്കെയായിരുന്നു ഡിമോണിറ്റൈസേഷൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഉപാധിയായി ഉപയോഗിച്ചു. ക്യാഷ്ലെസ് എക്കണോമി അല്ലേ, ഡിജിറ്റൽ മണീനെ പ്രോത്സാഹിപ്പിച്ചു. ഓൺലൈൻ ക്യാഷ് ട്രാൻസാക്ഷനെ പ്രോത്സാഹിപ്പിച്ചു. ജനങ്ങളുടെ സേവിങ്സ് വഴിതിരിച്ചു വിട്ടു. എങ്ങോട്ട്? യഥാർത്ഥത്തിൽ ബാങ്കുകളിൽ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ പണം സ്വരൂപിക്കുന്ന രീതിയിലേക്ക് മാറ്റി. ഇപ്പോൾ നമുക്കറിയാം, കൂടുതലും നമ്മൾ ഡിജിറ്റൽ മണീനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓൺലൈൻ ക്യാഷ് ട്രാൻസാക്ഷനാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാഷ്ലെസ് എക്കണോമിയായി ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് ഇൻഡസ്ട്രിയൽ പോളിസി 1991, അതിൻ്റെ പ്രധാനപ്പെട്ട 3 നയങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ദെൻ ഡിമോണിറ്റൈസേഷൻ, ഫീച്ചേഴ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എല്ലാവരും ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് നൽകാം. നമ്മൾ ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ എയിംസ് പഠിച്ചു. എന്തൊക്കെയാണ് ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു 5 പോയിൻ്റ് എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.